ഒരു തെറ്റിദ്ധാരണ പരത്തി നമ്മുടെ നാടിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ സമ്മതിക്കില്ല. അത്തരത്തിലുള്ള വാദങ്ങളായിട്ട് വന്നാൽ അതിനെ തിരിച്ചു പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ സംവാദത്തിൽ വന്നോട്ടെ, അതിന് മറുപടി നമുക്ക് പറയാം. നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഈ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്, അതിനനുസരിച്ച് അത് വെച്ച് സംസാരിക്കാം. അപ്പോൾ പിന്നെ വിഷയങ്ങൾ വരുന്നതിനനുസരിച്ചും സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും കൊട്ടിയൂരിനെ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കണം ഇവിടെ ഇരിക്കുന്ന കൊട്ടിയൂർ നിവാസികൾക്ക് ഉണ്ടാകേണ്ടതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റ് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാം. 10-75 വർഷം മുമ്പ് ഈ നാട്ടിൽ വന്ന് പണിയെടുത്ത് ജീവിച്ച ജനങ്ങളുണ്ട്, ഇല്ലേ? അങ്ങനെ വന്നിട്ടുള്ള അതിനു മുമ്പ് ഈ നാട്ടിൽ ജനവാസം ഉണ്ടായിരുന്നോ ഇല്ലെന്നോ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നുള്ളതിന് തെളിവുകൾ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ എടൂരൊക്കെ വന്നില്ലേ? എടൂര് തൊഴിലുറപ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പം അവിടെ കിട്ടിയിട്ടുണ്ട് പല സാധനങ്ങളും. അപ്പം നമ്മൾ ഈ 10-75 വർഷങ്ങൾക്ക് മുമ്പും ഈ നാട്ടിൽ ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പം നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ കാരണമാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ആർക്കെങ്കിലും ബാധിക്കുന്നെങ്കിൽ പറഞ്ഞു വെക്കാം. പക്ഷേ അല്ല, നമ്മളാരെങ്കിലും ഇവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടാണോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നത്? ഡൽഹിയിൽ ശുദ്ധമായി കിട്ടാത്തതിന് കുഴപ്പം പശ്ചിമഘട്ട മലനിരകളിലെ ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിൽ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഏതാണ്ട് ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള നമ്മളാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഘടനയുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷങ്ങളുടെ മാറ്റങ്ങളിലാണ് ഉരുൾപൊട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. ഫോറസ്റ്റിന്റെ നടുക്ക് ഇപ്പൊ ചുണ്ടക്കയും അതുപോലെ തന്നെ മുണ്ടക്കയിലും ചുരുളമരയിലും ഉരുൾപൊട്ടിയത് എവിടെയാണ്? ഫോറസ്റ്റിലല്ലേ ഉരുൾപൊട്ടി? ഫോറസ്റ്റിനകത്താണ് ഉരുൾപൊട്ടി.